ഹായ് ഗെയ്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിൽ കുളമാവിൽ നിന്നും 2.5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഉപ്പുകുന്ന് വ്യൂ പോയിൻറ്റിൻ്റെ സമീപത്താണ്. ഉപ്പുകുന്ന് വ്യൂ പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇടുക്കി ജില്ലയിൽ അനേകം വ്യൂ പോയിൻറ്റുകൾ ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഉപ്പുകുന്ന് വ്യൂ പോയിൻറ്റിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. ഇതിൻ്റെ ആഴം എത്രയാണെന്ന് കൃത്യമായി പറയുവാൻ എനിക്ക് സാധിക്കുന്നില്ല. പക്ഷേ താഴ്ഭാഗം മുഴുവനും വളരെ അതിമനോഹരമായ കാഴ്ചകളാൽ അതിസമ്പന്നമായ പ്രദേശമാണ് ഉപ്പുകുന്ന്. ഉപ്പുകുന്ന് വ്യൂ പോയിൻറ്റിനു സമീപം തട്ടുകട നടത്തുന്ന സീന മോളോട് ഉപ്പുകുന്നിലെ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചാലോ? ഇവിടെ എപ്പോഴും കോട ഇറങ്ങുന്നതാണ്. രാവിലെ ഒരു 11:30 വരെ, പിന്നെ വൈകിട്ട് 4 മണി കഴിഞ്ഞ് എപ്പോഴും കോടയുണ്ട്. പിന്നെ നല്ല കാറ്റുണ്ട്. ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ ഇപ്പോൾ വരാറുണ്ട്. ഒരുപാട് ആളുകൾ വരാറുണ്ട്. കുറേ ആളുകൾ ഇപ്പോൾ വരാറുണ്ട്. അവിടെ നിന്ന് പാറമടയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ബോർഡ് കണ്ടുവരും. പിന്നെ തൊടുപുഴയിൽ നിന്ന് ഗൂഗിൾ മാപ്പ് ഇടുമ്പോൾ ഈ റൂട്ടാണ് കിട്ടുന്നത്, കട്ടപ്പനയ്ക്ക്. പിന്നെ കുറേ ആളുകൾ സഞ്ചാരികൾ കൂടി വരുന്ന ഏരിയയാണ്. അല്ല, ഇപ്പോൾ ഈ ഉപ്പുകുന്ന് വ്യൂ പോയിന്റിലേക്ക് വരുവാൻ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഇടുക്കി ജില്ല അല്ല, അല്ലെങ്കിൽ എറണാകുളം ജില്ല അല്ലാത്ത മറ്റു ജില്ലകളിൽ നിന്ന് വരുന്നവർക്ക് വരാനുള്ള ഒരു വഴി റൂട്ട് അവർ തൊടുപുഴയിൽ നിന്ന് ഗൂഗിൾ മാപ്പ് ഇടുമ്പോൾ കരിമണ്ണൂർ വഴി കാണിക്കും. ഉപ്പുകുന്ന് വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നവർ തൊടുപുഴ കരിമണ്ണൂരിൽ നിന്നും കട്ടപ്പനയ്ക്കുള്ള യാത്രാമധ്യേ ഉപ്പുകുന്നിൽ ഇറങ്ങാവുന്നതാണ്. അതല്ല എങ്കിൽ മൂലമറ്റം ഇടുക്കി ഹൈവേയിൽ കൂടി കുളമാവ് ഡാം പിന്നിട്ട ശേഷം പാറമട എന്ന പ്രദേശത്തെത്തി അവിടെ നിന്നും ഇടതുഭാഗത്തേക്കുള്ള റോഡിൽ കൂടി 2.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഉപ്പുകുന്നിൽ എത്തിച്ചേരാവുന്നതാണ്. ഇത് ഉപ്പുകുന്നിലെ അതിപ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. നമുക്ക് ഉപ്പുകുന്നിലെ അതിമനോഹരമായ കാഴ്ചകൾ ഒന്ന് കണ്ടു നോക്കിയാലോ? പ്രിയ കൂട്ടുകാരെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ
കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ ഇനിയും ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി, കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ തൽക്കാലം വിട പറയുന്നു. ഗുഡ് ബൈ.